ഹലോ ഗെയ്സ്, നമസ്കാരം. ഇന്നത്തെ കൊച്ചു കേരളത്തിലെ വിശേഷങ്ങൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടി. ഗെയ്സ്, ഞാനിപ്പം ഒരു സാധനം നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഇച്ചിരി വലിയ മീനാ അല്ലേ? നല്ല മീനല്ല. അയ്യോ, അപ്പൊ ഓടുന്നില്ലായിരുന്നു. ഹലോ ഗെയ്സ്, നമസ്കാരം. ഇന്നത്തെ കൊച്ചു കേരളത്തിലെ വിശേഷങ്ങൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിത് ഇവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു. ഫിഷ് ടാങ്കിനകത്ത് കുളം, അതായത് മീൻ പടുതാക്കുളത്തിലെ മീനാണ് ഇവിടെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലയില്ലാത്തത് കൊണ്ട് ഒരു പുതപ്പ് വെച്ചിട്ടാണ് മീനെ പിടിക്കുന്നത്, വേറെ വഴിയില്ല. അപ്പോൾ മീൻ പിടിക്കുന്ന രംഗമാണ് നിങ്ങളെ കാണിക്കുന്നത്. ഓക്കേ, എടുത്തോ. അത് കലക്കി. ഇന്നിപ്പോൾ നിശാന്ത് പണി നിർത്തി ഇന്ന് മീൻപിടുത്തമായി. നിശാന്ത്, ഞാൻ ചോദിക്കുന്നേ, ഞാൻ പറഞ്ഞത് പൊക്കിയെടുത്ത് ഇങ്ങോട്ട് വെക്കാൻ പറ്റില്ലേ? വെള്ളം കൂടുതലാണോ? ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇട്ടോ. ആ, ഇത് വലിയ മീനാണ് കേട്ടോ. ജമ്പ് ചെയ്യുന്നുണ്ടോ? മീനെല്ലാം ജമ്പ് ചെയ്യുന്ന സൈഡിൽ കൊടുക്ക. നിഷാന്തിന്റെ തലവഴിയാണ് ചാടുന്നത്. സിലോപ്പിയൊക്കെ ഇത്രേ ആവുള്ളൂ അല്ലേ? അപ്പോൾ ഞങ്ങളുടെ മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഇതിപ്പം അതെ, മോട്ടർ വെള്ളം അടിച്ചോണ്ടിരിക്കുക. ഭയങ്കര പരിപാടികൾ. ഇനിയിപ്പോൾ ഈ മീൻ ഞങ്ങൾ ഈർക്കിലിയിലേക്ക് കോർക്കാൻ പോവാണ്. എവിടുന്നാ എടുക്കുന്നത് നമ്മൾ? ആ, ഈർക്കിലെടുക്കുന്നു. അതെങ്ങനെയാ നിശാന്താവെന്ന് കാണിച്ചത്? എങ്ങനെയാ കോർക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാ എടുത്തോണ്ട് പോകുന്നത്? ആണോ? ഓക്കെ. കമ്പൊടിച്ചെടുക്കാതെ ബോളെന്ത് ചെയ്യുന്നില്ലേ? കമ്പതാ. എടാ, അവളിരുന്ന് കളിക്കുന്നുണ്ടോ? അവള് കളിക്കുന്നുണ്ടോ? അതങ്ങനെ ചെകള പൊക്കിയിട്ട് വായിക്കൂടെ അല്ലേ? ഓ, സൂപ്പർ, അടിപൊളി. അടുത്തത്
പഴയ കാലം നിലനിർത്തും. അതൊരാഗ്രഹം. നീ പറഞ്ഞ നിങ്ങൾ പുറത്തോ, നിങ്ങൾക്ക് കൊണ്ടുപോണ്ടേ? കണ്ടോ? ആ, ഞാനിതുവരെ പിടിച്ചിട്ടില്ല ഇതിന്ന്. അപ്പം പുള്ളിക്കാരോട് പറഞ്ഞ പുള്ളിക്കാരി അറിയാം, നിഷാന്തിനോട് പറഞ്ഞു 2-3 വലുത് എനിക്ക് ഇങ്ങോട്ട് കൊടുത്തുകൂടാ. എടാ മാറി നിൽക്കടാ, നീ എന്തിനാ? നിനക്കെന്നാ അവിടെ കാര്യം? പൊന്നുരുക്കുന്നിടത്ത് പൂച്ചക്കെന്നാ കാര്യം? അത് ഫ്രിഡ്ജിലേക്ക് വെച്ചാ പോരെ, പക്ഷെ ചാവണ്ടേ? ഒരുത്തം വന്ന് മണം പിടിച്ച് നിൽക്കുന്നുണ്ടോ? എത്ര കിലോ ഉണ്ട്? ഇതൊരു 4-4.5 കിലോ ഉണ്ട്. രണ്ടും കൂടെ മതി. 1000 രൂപയുടെ മീനുണ്ടോ? 1000 മേലുണ്ട്. ഉണ്ടല്ലേ? അപ്പം കേസ് ഞങ്ങളുടെ മീൻപിടുത്തം കഴിഞ്ഞത്. ഞങ്ങൾ ഇനി അടുത്ത ഞങ്ങളുടെ പരിപാടി കപ്പ. ഒരു പേടി. അപ്പൊ ഇതിനകത്ത് കുറച്ച് കോഴിമുട്ട ഉണ്ടോന്ന് നമുക്ക് നോക്കാം. ഇത് കോഴിക്കൂടാ ഇത് കേട്ടോ. ഈ കോഴിക്കൂടിനകത്ത് കോഴിമുട്ട ഉണ്ടോന്ന് നമുക്ക് നോക്കിയാലോ. ചെറിയ പാലമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കയറി ഇതൊരു വീട് പോലാണ് കേട്ടോ സംഭവം ചെയ്തു വെച്ചേക്കുന്നത്. അതേ 2 മുട്ട ഇരിക്കുന്നുണ്ട. അപ്പം ഈ 2 മുട്ട ഞാനിങ്ങ് എടുക്കുക. പാലം ഡേഞ്ചറാണ്, പാലം ഇച്ചിരി ഡേഞ്ചറാണ്. എന്തായാലും ഇതേ 2 മുട്ട കിട്ടി കേസ്. കീരിക്കാടൻ ജോസിൻ്റെ കാലൊക്കെ മുറിഞ്ഞിരിക്കുന്നല്ലോ, ഇവൻ്റെ കാല് മുറിഞ്ഞിരിക്കുന്നത്. നമ്മൾ എത്ര അടുത്ത് ചെന്നാലും കണ്ടോ ഈ ഒരുമാതിരി നമ്മളെ കളിയാക്കുന്ന സ്വഭാവം ഇവന്. ഒരുത്തർ മണ്ണ് മാന്തി കിടക്കുന്ന ചൂടായിട്ടാണ് കേസ്. കണ്ടില്ലേ? ഒരു മനുഷ്യനെ പേടിയില്ല, ഇവനെ പേടിയില്ല. ഡോങ്കുവേ കം. അങ്ങനെ ഇപ്പം നെല്ലിയിൽ ഒരാൾ കയറിയത് നെല്ലിക്ക പറിക്കുന്ന രംഗമാണിത്. നെല്ലിക്ക കിട്ടിയോ? കാണിച്ചേ. കുറച്ച് കിട്ടിയല്ലേ? ഇപ്പം നെല്ലിക്ക സീസണാണോ? എന്തോ അറിയില്ല. ഞാനിപ്പം ഒരു സാധനം നിങ്ങളെ കാണിച്ചു തരാം. വാ. നാടൻ കൈതച്ചക്ക. നാടൻ കൈതച്ചക്ക ഒരെണ്ണമല്ല, ഇനിയുണ്ട് കേട്ടോ. എവിടെ? അടിപൊളിയല്ലേ? അതെ അതെ. അപ്പം ഇനി ഇതേ ഒരെണ്ണം കൂടെ ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് സമ്മാനമായി തരിക. ഇതിന്റെ മൂഡ് നിങ്ങൾ തന്നിട്ട് പോവുകയാണെങ്കിൽ അടുത്ത വർഷം വരുമ്പോൾ വീണ്ടും ഇതേപോലെ സമ്മാനിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓക്കെ. ആയി വരുന്നേ ഉള്ളൂ നിഷാന്തേ. പനിനീർ ചാമ്പയ്ക്ക. പനിനീർ ചാമ്പയ്ക്കാണോ ഇത്? ഐലാൻഡ് ചാമ്പ എന്നൊക്കെ പറയല്ലേ? ആയി വരുന്നേ ഉള്ളൂ. അതെ, വരുന്നുണ്ട്. അടിപൊളിയാ. അത് നോക്കിയോ, നേരം ഉണ്ടോന്ന് നോക്കാം. മധുരമുണ്ട്. ഉണ്ടോ? കണ്ടോ നമ്മുടെ കപ്പ കൃഷിയിലെ വിളവെടുപ്പ്. സൂപ്പർ. ഇത് വലിയ വലിപ്പമുണ്ട്. നമ്മുടെ നാട്ടിൽ പോലും ഇത്രയും വലിപ്പമുള്ളതില്ല. കിട്ടാൻ പാടല്ലേ? അപ്പോഴേ തുരപ്പം.
ഗേയ്സ് ഇപ്പം നമ്മുടെ ഫ്രണ്ട് നിഷാന്ത് ദേ ഒരു ചക്ക പറിക്കാൻ പോവാണ്. അത് ചക്ക വാടിപ്പോയി. ഞാൻ നിഷാന്തിനോട് ചോദിക്കാം എന്നാ സംഭവം, എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല. ഇതെന്നാ നിഷാന്ത് കറുത്തിരിക്കുന്നത്? ആ, അപ്പോൾ കത്തിയുടെ ആവശ്യമില്ല, അത് തിരിച്ചാൽ വരും അല്ലേ? പെട്ടെന്ന് വന്നല്ലോ അത്. ഓ, പോയിരിക്കായിരുന്നു അല്ലേ? എന്തോ ഒരു ക്ഷേത്രം സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ മുറിച്ച് നോക്കിയാലോ? അതിനുവേണ്ടി നിങ്ങളൊരു കുറ്റി ഇവിടെ റെഡിയാക്കിയിട്ടൊക്കെയാണ് ചക്ക. അതിനില്ലെങ്കിൽ നിങ്ങളെ കൊല്ലും. അല്ലേ നിഷാന്ത്, ഇതിനകത്ത് വേറെ സംഭവം ഉണ്ട് കേട്ടോ. ഇത് ഈ ചക്ക, ഈ പ്ലാവിലെ ആദ്യത്തെ ചക്കയത്. ഇത് പഴമായിട്ട് എന്തോ വാടിയ പോലൊരു സംഭവം ഉണ്ടല്ലോ. നോക്കി, പഴുത്തോ? വാടി പഴുത്ത പോലെ തോന്നല്ലോ. ചെറിയൊരു വാടനുണ്ടല്ലേ? അതിനെ വെയിൽ കൂടിയിട്ടാണോ? ആ അതാ. പക്ഷെ നിങ്ങളിന്ന് ഇതിനു വേണ്ടി തന്നെ വന്ന പോലെ ഉണ്ടല്ലോ. വലിക്കട്ടെ? വലിച്ചു. ഓക്കെ. ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാങ്ങ പറിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാങ്ങ പറിയോട് പറി. അത് ജീവനുണ്ടല്ലോ ഇതിന്. ഇത് ഇച്ചിരി വലിയ മീനല്ലേ? നല്ല മീനല്ല, ചേറിന്റെ മണവേ ഇല്ല അല്ലേ? ഇത് ഇതിനൊക്കെ മാത്രമാണ് കൊടുത്തേക്കുന്നത് അല്ലേ? സൂപ്പറാ. അപ്പം ചക്ക പഴുത്തതല്ലേ? മാങ്ങാതെ കൊലയോടെ പറ്റും. പിന്നെ മീൻ അടിപൊളി മീനാണ്. തേങ്ങയുണ്ട്, മാങ്ങയുണ്ട്, പുട്ടുണ്ട്, കടലുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാ ഐറ്റങ്ങളും നമ്മളിവിടെ റെഡിയാണ്. പിന്നെ മറ്റേ കടച്ചക്ക ഉണ്ടായിരുന്നല്ലോ, മറ്റേ പൈനാപ്പിൾ. ഓ, പൈനാപ്പിൾ വണ്ടിക്ക് അകത്ത് വെച്ചോ? ആ, വണ്ടിക്കകത്തും കപ്പയുണ്ട്. പൈനാപ്പിൾ സൂപ്പർ. കപ്പയുണ്ട്, നാരങ്ങയുണ്ട് അല്ലേ? നാരങ്ങയുണ്ട്, കപ്പയുണ്ട്, പൈനാപ്പിളുണ്ട്. ഒരു കേരളത്തിലെ എല്ലാ സാധനങ്ങളും ഇല്ലേ? പക്ഷെ നിങ്ങൾ ഒരു സാധനം മിസ് ചെയ്തു. എന്താന്ന് പറയാം? നെല്ലിക്ക നമ്മുടെ ഉണ്ടല്ലോ ഓൾറെഡി. കറിവേപ്പില. ആ, അതാ ഞാൻ പറഞ്ഞ അടിയിലിടാതെന്ന് പഴുത്ത്. നിങ്ങൾ ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ ആർക്കോ വേണ്ടി കാത്തിരിക്കുന്ന മീൻ.